if you take the overall Kerala picture, overall Kerala, 10% ഇൻഷുറൻസ് ഉള്ളൂ. I know it very well, 10% ഇൻഷുറൻസ്, 90% ഇപ്പോഴും ഇൻഷുറൻസ് ഇല്ല. ഇത് മാറണം. നമ്മൾ നേരത്തെ ഒരു വണ്ടി വാങ്ങിച്ചാൽ ആ കാർ വാങ്ങിക്കുന്ന സമയത്ത് you have to pay a compulsory insurance. ഡെഫിനറ്റ്ലി റോട്ടിൽ ഇറക്കണമല്ലോ. എന്ത് ജനിക്കുന്ന കുഞ്ഞിന് ഇൻഷുറൻസ് എടുക്കാൻ നോക്കുന്നില്ലാരും? കാർ വാങ്ങിക്കാൻ പൈസ ചെലവാക്കുന്ന ഉടമസ്ഥന് ഇൻഷുറൻസ് ഇല്ല, എന്നാൽ ഓട്ടിക്കുന്ന കാറിന് ഇൻഷുറൻസ് ഉണ്ട്. ഈ സ്ഥിതി മാറണം. ആൻഡ് ഇൻഷുറൻസിന് നമ്മളൊരു ഇയർലി നമ്മളൊരു പ്രീമിയം അടയ്ക്കാൻ നോക്കുകയാണെങ്കിൽ യു ഹാവ് ടു സ്പെൻഡ് എ മണി ഓഫ് 2 coffee per day into 33,000 per month. ശരിയാണ് ശരിയാണ്. നല്ലൊരു എമൗണ്ട് ആവും. അത്രയും വരുമ്പോൾ ഇത് ചെലവാക്കാൻ പറ്റാത്ത ആൾക്കാർ ഇന്ന് കേരളത്തിലുണ്ടോ? 2 ചായയുടെ പൈസ മാറ്റി വെച്ച് ഇൻഷുറൻസ് ആക്കാൻ പറ്റും. എൻ്റെ അടുത്ത് ചോദിക്കും, എനിക്ക് അസുഖം മതിയില്ല, ഞാൻ വർഷം പൈസ അടയ്ക്കുന്നത് വെറുതെ അല്ലേ, ഇത് തിരിച്ചിട്ടു എന്ന് ചോദിക്കുന്ന ആൾക്കാർ, ഇത് തിരിച്ചു ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇത് ഇൻഷുർഡ് ആണെങ്കിൽ you can go to any healthcare institution. You don't have to worry about the cost. Insurance company is looking after the cost and they will take care of you. Why are we not taking insurance? So that is my question.